തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ തീപിടുത്തം. ടാറ്റ എക്സലൻസി കമ്പനിയിലാണ് തീ പടർന്നത്. ഉദ്യോഗസ്ഥരുടെ സാധനങ്ങൾ കൂട്ടിയിട്ട ഗോഡൌണിലാണ് തീപിടുത്തം. ഫയർഫോഴ്സ് തീയണയ്ക്കാൻ ശ്രമിക്കുകയാണ്. അഷിൻ ഡിയാഗോ അവിടെയുണ്ട്. അഷിൻ ഡിയാഗോ, എങ്ങനെയാണ് തീ പിടിച്ചത്? തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സുജിയ, വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ടെക്നോ പാർക്കിലെ ഫേസ് 1-ൽ തീപിടുത്തമുണ്ടായത്. ഈ ഫേസ് 1-ൽ പ്രവർത്തിക്കുന്ന ടാറ്റ എക്സലൻസി കമ്പനിയിലെ ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത്. ഈ ഗോഡൌണിൽ ഉദ്യോഗസ്ഥരുടെ സാധനങ്ങളും പെയിന്റ്, ടിന്നർ അടക്കമുള്ള സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നു. ഈ ഗോഡൌണിലെ പൈപ്പ് വെൽഡിംഗ് നടക്കുന്നുണ്ട്. ഇതിനിടെ ഉണ്ടായ സ്പാർക്കാണ് ഈ തീപിടുത്തത്തിലേക്ക് കലാശിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ജീവനക്കാർ ഇവിടെ നിന്നും പുക ഉയരുന്നത് കണ്ട് ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും ചെയ്തു. ടെക്നോ പാർക്കിലെ 2 യൂണിറ്റ് ഫയർഫോഴ്സ് ഉടൻ തന്നെ സ്ഥലത്തെത്തി തീ അണയ്ക്കാൻ, തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നിലവിൽ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പക്ഷേ ഈ ഗോഡൌണിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിച്ചു. ഈ വലിയ ഒരു അപകടമാണ് ഒഴിഞ്ഞു പോയത്. കൃത്യസമയത്ത് ഫയർഫോഴ്സ് എത്തി തീ അണച്ചതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അപകടം മാറിയത്. കാരണം ഈ ഉദ്യോഗസ്ഥരുടെ സാധനങ്ങൾ ഒക്കെ സൂക്ഷിക്കുന്ന ഒരു ഇടമാണ്. തീ പെട്ടെന്ന് ആളിപ്പടരാൻ സാധ്യതയുള്ള സാധനങ്ങൾ, ഹൈലി ഫ്ലെയിമബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ ഗോഡൌണിൽ ഉണ്ടായിരുന്നത്. പക്ഷേ കൃത്യസമയത്ത് ഈ ഫയർഫോഴ്സ് എത്തി തീ അണച്ചതുകൊണ്ട് വലിയ ഒരു ദുരന്തം ഒഴിവായി. ഈ സംഭവത്തിൽ ആർക്കും പരിക്കുകളൊന്നും ഏറ്റിട്ടില്ല. എന്തായാലും ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. സുജിയ. ഓക്കെ, താങ്ക് യു അഷിൻ ഫോർ ദ ക്വിക്ക് അപ്ഡേറ്റ്. വെൽഡിംഗ് സ്പാർക്കിൽ നിന്നാണ് തീ ഉണ്ടായത്. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ടാറ്റ എക്സലൻസ് കമ്പനിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ അഷിൻ ഡിയാഗോ പങ്കുവച്ചത്.